ഇന്ന് നമുക്ക് നല്ല രുചിയും ഗുണവുമുള്ള ചേമ്പിൻ്റെ ഇല ഉപ്പേരി തയ്യാറാക്കിയാലോ? ഉപ്പേരി വെക്കുന്നതിനായി ചേമ്പിൽ നിന്നും 2 ഇലകൾ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിന്ന് 2 തിരി ഇലകളാണ്, അതായത് ഇളയ ഇലകളാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ഇടയിലുള്ള തണ്ടുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ തണ്ടുഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ മുറിച്ച് കളയാം. ഇലകൾ മാത്രം ഇതുപോലെ മുറിച്ച് നമുക്ക് എടുക്കാം. എല്ലാ ഇലകളും ഇതുപോലെ എടുത്തതിന് ശേഷം അത് ഒരുപോലെ പിടിച്ച് ചെറുതായി മുറിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ അടച്ചു കൊടുക്കാറുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂട്ടി പൊടിച്ച ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചിരകിയ തേങ്ങ അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ചേമ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പ് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മൾ നിറയെ ഇട്ട ഇലകളൊക്കെ വാടി ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ചിലവർക്കൊക്കെ ഈ ചേമ്പിൻ്റെ ഇല കഴിക്കുമ്പോൾ നാവിലൊരു കുത്തൽ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് മാറാനായി ഒരു ചെറിയ കഷ്ണം പുളി ഇതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ കുത്തലൊന്നും ഉണ്ടാകുന്നതല്ല. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് നമുക്ക് ഇതിനെ തുറന്ന് വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ രുചി ഒന്ന് നോക്കിയാലോ? പാകത്തിന് ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നല്ല രുചിയുള്ള ചേമ്പിൻ്റെ ഇല കൊണ്ടുള്ള ഉപ്പേരി റെഡിയായി.